യാദൃശികമായിട്ടുള്ളൊരു പ്ലാനിൻ്റെ പുറത്താണ് കേട്ടോ ഈ പാതിരാത്രിക്ക് ഞങ്ങൾ പൂനെയിൽ പോകുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. വേഗം കയറി ചുരുണ്ടുകൂടി കിടന്നു. എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് റെഡിയായി. പതിവ് പോലെ ഡ്രൈവിംഗ് സീറ്റിൽ വിഷ്ണു ഏട്ടനും പിന്നെ പ്രനിയും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ബാക്ക് സീറ്റിൽ എൻജോയ് ചെയ്യാൻ എന്നുള്ള പോലെ തന്നെ അരുണിമ. അങ്ങനെ നമ്മളിത് യാത്ര തുടങ്ങി. നമ്മൾ മൊത്തം 10 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കാറിൽ ഓൾറെഡി ഇപ്പം തന്നെ 4 പേരുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ നമിതേനും കൂടെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുക്കപ്പുഴുവിൻ്റെ തെറിവിളി കേൾക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വിശപ്പ് കാരണം ഫുഡൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ചായയും ഒഴിഞ്ഞ പാത്രങ്ങളും കാണിക്കാമെന്ന് കരുതി. കുമ്പയൊക്കെ നല്ലോണം നിറഞ്ഞതിൻ്റെ കുന്തളിപ്പ് എല്ലാവരും മുഖത്തും കാണാം കേട്ടോ. ഞങ്ങൾ ആദ്യം വന്നതാ ഈ കാണുന്ന ലേക്കിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ എത്തിയപാട് നമ്മൾ നമ്മുടെ തനിക്കോണം പുറത്ത് കാണിക്കാൻ തുടങ്ങി. ആദ്യം ഞാനും അരുണിമയും ഓടുന്നു, പിന്നെ ഞാനിതാ ഒറ്റയ്ക്ക് ഓടുന്നു, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ആകെ മൊത്തം ബിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്ന എന്റർടൈൻമെന്റ് വെള്ളത്തിലേക്ക് കല്ലെറിയുക എന്നുള്ളതായിരുന്നു. എന്ത് സുഖം ഇതെന്ന് ഇവർക്ക് കിട്ടുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാനത് മനസ്സിലാക്കുന്നതെന്ന് വെറുതെ സമയം കളഞ്ഞില്ല. വേഗം ഫ്രനീനെയും കൂട്ടി പോയി കുറെ ഫോട്ടോസും വീഡിയോസും അറഞ്ചം പറഞ്ഞ് എടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന മനസ്സ് നിറയുന്നതിന്റെ കൂടെ നമ്മുടെ ഫോണിന്റെ ഗാലറി നിറയും. അത്രയും സൂപ്പറായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ നാസിക് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്കിവിടെ ഒന്ന് മാറ്റി പറയണം. നാസിക് മാത്രമല്ല, മൊത്തം മഹാരാഷ്ട്രയും പച്ച പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്നാൽ വീട്ടിലേക്ക് പോവാൻ തന്നെ തോന്നില്ല. അത്രയും അടിപൊളി.